എല്ലാവർക്കും ഫുഡ് റെഡിയാക്കി അനിമോൾ മുട്ട ഓംപ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിളമ്പാൻ വന്നത്. അപ്പോൾ ആദ്യം വിളമ്പാൻ തുടങ്ങിയപ്പോൾ അനിമോൾ പറഞ്ഞ് വേണ്ട ഞാൻ വിളമ്പാന്ന് പറഞ്ഞു. അതെന്താ ഞാൻ വിളമ്പിയാലും നീ എല്ലാത്തിനും കൂടി ഇട്ട് ഇളക്കണ്ട, ഞാൻ വിളമ്പാന്ന് പറഞ്ഞു. നീ മുട്ട ഓംപ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ എനിക്ക് വിളമ്പാനും അറിയാമെന്ന് അനിമോൾ പറഞ്ഞു. എന്നിട്ട് അനിമോൾ വിളമ്പാൻ തുടങ്ങിയപ്പോൾ ആതിര പറഞ്ഞ് എങ്കിൽ എൻ്റെതെടുത്ത് നിൻ്റെ അണ്ണാക്കിലോട്ട് ഇട്ടിട്ട് വെള്ളം ഒഴിക്കാനെന്നും പറഞ്ഞ് ആതിര അങ്ങ് നടന്നു പോയി. അത് കഴിഞ്ഞപ്പോൾ സാബുമോൻ പറഞ്ഞ് എനിക്ക് ഇച്ചിരി കൂടെ പയർ തോരൻ തരാമെന്ന്. അപ്പോൾ അനിമോൾ പറഞ്ഞ് നിൻ്റെ ചോറിന് ആവശ്യമുള്ളത് ഞാൻ തന്നിട്ടുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ തന്നിട്ടുണ്ട്. ഇത് ചോറ് വേണമെങ്കിൽ ചോറും കറിയും കൂടെ തരാം, കുറച്ച് ചോറ് ബാക്കിയുണ്ട്, നിനക്ക് ചോറ് കുറവല്ലേ എടുത്ത്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വിളമ്പിയത്. എല്ലാവർക്കും ഒരേ കണക്ക് വിളമ്പ് ഈക്വലായിട്ട് വിളമ്പെന്ന് ആതിര പറയുന്നു. എല്ലാവരുടെയും ചോറിനനുസരിച്ചാണ് കറി വിളമ്പിയേക്കുന്നത്. അവന് ചോറ് കുറച്ച് മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് അവന് കുറച്ച് കറി കുറച്ച് കൊടുത്തത്. എന്നാലും എപ്പോഴും കഴിക്കുന്നതിനേക്കാളും കൂടുതൽ തന്നെയാണ് കൊടുത്തതെന്ന് പറയുന്നത്. കറി വിളമ്പുമ്പോൾ എല്ലാവർക്കും ഈക്വലായിട്ട് വിളമ്പണമെന്ന്. അപ്പോൾ പിന്നെ ഈ ചോറ് പിന്നെ ആര് കഴിക്കുമെന്ന് ചോദിക്കുന്നത്. കറി മൊത്തം എടുത്ത് കഴിഞ്ഞാൽ ഈ ചോറ് പിന്നെ ആര് കഴിക്കുമെന്ന് ചോദിക്കുന്നത്. അത് കേട്ടുകൊണ്ട് ചോറ് കഴിച്ചുകൊണ്ടിരുന്ന അക്ബർ വരുവാണ്. അക്ബർ വന്നിട്ട് പാത്രം തുറന്നു നോക്കിയിട്ട് പറയാം, ഇത്രയും ചോറ് ഇരിപ്പുണ്ടോ, ഇത്രയും ചോറങ്ങനെ അധികം വന്ന് നിങ്ങൾക്ക് ചോറ് വയ്ക്കാൻ അറിയത്തില്ലേ, നിങ്ങൾ അരി വയ്ക്കത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അക്ബർ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. നീ ലാലേട്ടൻ്റെ മുമ്പിൽ വന്നിട്ട് പാത്രം തുറന്ന് കാണിച്ചല്ലോ, ഇപ്പോൾ ഇത്രയും ചോറ് അധികം ഇരിക്കുന്നതോ, അപ്പം നിനക്കെന്ത് ഇരട്ടത്താപ്പാണ് അനു, അതെന്താ അങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അക്ബറുമായിട്ട് വഴക്കായി. ആദിലേക്ക് വിളമ്പാൻ കൊടുക്കാത്തതിൻ്റെ ദേഷ്യം ആദിലേക്ക്, സാബുമോന് കുറച്ച് കറിയും കൂടെ കൊടുക്കാത്തതിൻ്റെ ദേഷ്യം സാബുമോന്. ചോറ് അധികം വന്നപ്പോൾ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ തൻ്റെ ചോറ് അധികം വന്നെന്ന് പറഞ്ഞെടുത്ത് കാണിച്ചെന്നുള്ള വൈരാഗ്യം അക്ബറിന്. നാളെ മുതൽ നീ കയറി ഉണ്ടാക്കുന്ന കിച്ചണിൽ എനിക്ക് പറ്റത്തില്ല, ഞാൻ ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ വിളമ്പും, അത് നിനക്ക് വിളമ്പി കൊടുക്കണമെന്നാണെങ്കിൽ നീ കയറി ഉണ്ടാക്കുന്ന ആതിരയോട് പറഞ്ഞു. അതിൻ്റെ ദേഷ്യം ആദിലേക്ക്. അപ്പം ഷാനവാസിക്ക ചോദിക്കുന്നത് ഇതാണ് നിൻ്റെ പ്രശ്നം അനു, തെറ്റ് നിനക്ക് മനസ്സിലായാൽ നീ അത് മനസ്സിലാക്കിയെന്ന് പറയണം, അല്ലാതെ നീ ഒന്നരം തന്നെ കിച്ചണിൽ നിന്ന് പോകുമെന്ന് പറയുന്നത് എന്തുവാ, അത് എല്ലാം അറിയാവുന്നതിൻ്റെ അഹങ്കാരമാണെന്ന് ആതിര. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലായിരുന്നു അനിമോൾ, എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഇനി ഞാൻ കിച്ചണിൽ കയറത്തില്ലെന്ന് പറഞ്ഞ് ഒരു പോക്കങ്ങ് പോകും. അതെന്തോ അങ്ങനെ, അതാണ് മര്യാദ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അത് പറഞ്ഞു തീർക്കാൻ നോക്കണം എന്നൊക്കെ ഷാനവാസ്. കറി എന്തിനാണ് വെച്ചിരിക്കുന്നത്, എല്ലാ കറിയും മൊത്തം അങ്ങ് വിളമ്പിക്കൂടെ, എന്തിനാണ് കറി ബാക്കി വെച്ചിരിക്കുന്നത്, എല്ലാവർക്കും ഈക്വലായിട്ട് വിളമ്പുന്നത് നിവിൻ. ക്യാപ്റ്റൻ പിന്നെ എന്താണ് അനു എന്താണ് എല്ലാവർക്കും കൊടുക്ക് പ്രശ്നം തീരുമല്ലോ എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ഒരു തത്തിക്ക്, ഒന്നും മിണ്ടാതെ അനീഷ്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം.